നമസ്കാരം, വെൽക്കം ബാക്ക്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പലപ്പോഴും നമ്മൾ ക്ഷണിച്ചിട്ടും ക്ഷണിക്കാതെയും കടന്നു വരുന്ന പലരുമുണ്ടാകും. അവരിൽ ചിലർ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ചില പാഠങ്ങൾ പഠിപ്പിച്ചിട്ട് കടന്നു പോകും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടായിരിക്കും ഇവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്? നമ്മൾ ഇത്രയും സിൻസിയറായി ഇത്രയും അവരെ സ്നേഹിച്ചിട്ടും നമ്മളോട് അവർ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായും രണ്ട് തരം കണക്ഷൻസാണ് സോളിന് മറ്റ് സോൾസുമായിട്ടുള്ളത്. ഒന്ന് കാർമിക് കണക്ഷൻ, മറ്റേത് സോൾ കണക്ഷൻ. കാർമിക് കണക്ഷൻ വരുന്നത് മാതാപിതാക്കൾ തമ്മിലോ സുഹൃത്തുക്കൾ തമ്മിലോ ലൈഫ് പാർട്ട്നേഴ്സ് തമ്മിലോ ആരുമായിട്ടും നമുക്ക് ഒരു കാർമിക് കണക്ഷൻ ഉണ്ടായേക്കാം. ഉദാഹരണത്തിന്, കുട്ടികളെ, തങ്ങൾക്ക് ജനിച്ച കുട്ടികളെ പരമാവധി ദ്രോഹിക്കുന്ന മാതാപിതാക്കൾ കാണും. അതുപോലെ മാതാപിതാക്കളെ അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് വഴിയരിവിൽ ഉപേക്ഷിക്കുന്ന കുട്ടികളുണ്ടാകും, മക്കളുണ്ടാകും. അഗാധമായി സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ വഞ്ചിച്ചിട്ട് പോകുന്ന മറ്റു സുഹൃത്തുക്കളുണ്ടാകും. ഒരു റിലേഷനിലാണെങ്കിൽ, ഒരു വിവാഹബന്ധത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ പോലും വഞ്ചനയുടെ ക്രൂരമായ മുഖം നമ്മുടെ നേർക്ക് കാട്ടുന്ന പാർട്ട്നേഴ്സ് ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഇവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇത്രത്തോളം നമ്മളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു വശത്തേക്ക് ഇവർ തള്ളിവിട്ടിട്ട് ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ പോയി മറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോഴൊക്കെ നമ്മൾ സ്വയം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത്രത്തോളം നമ്മളെ തകർത്ത് കളയാൻ മാത്രം ഇവർക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സോളിനെ നമ്മൾ നമ്മുടെ കാർമിക് കണക്ഷനായിട്ട് ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നമ്മൾ തന്നെയാണ്. അവർ നമ്മുടെ കർമ്മബന്ധങ്ങളാണ്. നമ്മുടെ ലൈഫിൽ ഈ ഒരു ലെസൺ പഠിച്ച് ഇതിൻ്റെ മറുവശം എന്താണെന്ന് ഇത്രത്തോളം വേദനയിലൂടെ കടന്നുപോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഒരു സോൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ട് ഭൂമിയിലേക്ക് വന്നവരാണ് നമ്മളും നമ്മുടെ കാർമിക് കണക്ഷൻസിലുള്ളവരും. അപ്പോൾ നമ്മൾ അവരോട് പരിഭവിക്കുന്നതിലോ അവരെ ശപിക്കുന്നതിലോ ഒന്നും കാര്യമില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ജീവിതപാഠം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലെസൺസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവരിലൂടെ പഠിക്കാമെന്ന് തീരുമാനിച്ച് അവരുമായി ധാരണയിലെത്തി ഭൂമിയിലേക്ക് വന്നത് നമ്മൾ തന്നെയാണ്. ഇങ്ങനെ കടന്നു പോകുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ മറുവശം, ഈ ഇരുട്ടിലൂടെ പോകുമ്പോൾ കാണുന്ന വെളിച്ചം, ഇരുട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ മറുവശത്തെ വെളിച്ചം എന്താണെന്ന് നമുക്ക് പൂർണ്ണമായും അറിയാൻ കഴിയുള്ളൂ. അതിനാണ് ഈ കണക്ഷൻ നമ്മളിലേക്ക് വന്നത്.